എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ചെമ്പരത്തി ഏതൊക്കെ ദിശകളിലൊക്കെ വെക്കാം, അതൊക്കെ ഏതൊക്കെ ദിശയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ കുറച്ച് പേര് നമ്മളോട് ചോദിക്കുകയുണ്ടായി, തിരുമേനി എൻ്റെ ഉള്ള ഇഷ്ടം പോലെ ചെമ്പരത്തി ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, നല്ലതാണോ ചീത്തയാണോ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന് കുറേ പേര് ചോദിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങൾക്കും കൂടെ അത് വീഡിയോ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ വടക്കുംഭാഗത്ത് കരുനീലമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് വടക്കുംഭാഗത്ത് അമ്മയ്ക്ക് പെരടി മണ്ണ് എന്നൊരു സമർപ്പണം നമ്മൾ നടക്കുന്നത്. മുന്നുള്ള വീഡിയോസിൽ വാട്സാപ്പ് നമ്പറുണ്ട്, ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ട്. അതിനകത്തേക്കൊക്കെ ഗൂഗിൾ പേയും താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പിന്നെ ഈ വീഡിയോസിൽ നമ്മൾ ഗൂഗിൾ പേ നമ്പർ ആഡ് ചെയ്യാം, അപ്പോൾ അതിനകത്തേക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ചെമ്പരത്തി നമുക്ക് ഏതൊക്കെ ദിശയിൽ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കിഴക്ക് ദിക്കിൽ നമുക്ക് ചെമ്പരത്തി വെക്കേണ്ടത് 3 തരത്തിലുള്ള ചെമ്പരത്തിയാണ് വെക്കാം. ഒന്ന് അടുക്കുള്ള ചെമ്പരത്തി, ഇതള ചെമ്പരത്തി, ഏതെങ്കിലും ഒരു കളർ ഏതെങ്കിലുമൊക്കെ വെക്കാം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്ന പടിഞ്ഞാറ് ദിക്കിൽ നമ്മൾ തോക്ക് ചെമ്പരത്തി, തൂങ്ങി കിടക്കുന്ന ചെമ്പരത്തി ഉണ്ട്, താഴേക്ക് തൂങ്ങി കിടക്കുന്ന ചെമ്പരത്തി, അതുപോലെ തന്നെ 5 ഇതൾ ചെമ്പരത്തിയൊക്കെ വെക്കാം പടിഞ്ഞാറ് ദിക്കിൽ. അതുപോലെ തന്നെ തെക്ക് വശത്ത് 5 ഇതളുള്ള ചെമ്പരത്തിയും വടക്ക് ചെമ്പരത്തി, ഒരു വെള്ള ചെമ്പരത്തിയും കൂടി വെക്കുന്നത് ഉത്തമമായിരിക്കും. പിതൃപ്രീതിക്കും അതുപോലെ തന്നെ മറ്റുള്ള ദോഷങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വടക്ക് വെക്കേണ്ടത് അടുക്ക് ചെമ്പരത്തിയും 3 തരം ആവാം. 3 തരം അടുക്കുള്ള ചെമ്പരത്തി വെക്കാം. ചുവപ്പ് മസ്റ്റായിട്ട് വേണം, റോസ്, ഓറഞ്ച് ഏതെങ്കിലുമൊക്കെ നടാം. പലതരത്തിലുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ നടാം. സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയും പറയുകയാണെങ്കിൽ വീടിൻ്റെ എവിടെ വെക്കാൻ പാടില്ല എന്നൊരു ചോദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ എവിടെ വെക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ നേരെ കയറി വരുന്ന വഴിയിൽ വെക്കാനായിട്ട് പാടില്ല. വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചെമ്പരത്തി വീടിന് മുകളിൽ പോകുന്നതും അത്ര ശുഭകരമല്ല. നിറച്ച് പൂവുണ്ടാകുന്നതൊക്കെ നല്ലതാണ് ശത്രുജയത്തിനും. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിക്കും. ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ചെമ്പരത്തി വെക്കണമെങ്കിൽ സമ്പൽ സമൃദ്ധിക്കൊക്കെ ഐശ്വര്യമാണ്. ഇനിയിപ്പോൾ തിരുമേനി മൂലയ്ക്കാണ് നിൽക്കണത്, അതൊന്നും വിഷയമില്ലാന്നേ, മൂലയ്ക്ക് നോട്ടെ, ഒരു തെക്കോട്ടൊക്കെ അടിഞ്ഞാൽ അതൊന്നും വിഷയമില്ല. പക്ഷെ നമ്മൾ കയറി വരുന്ന പ്രധാന വാതിലിന് നേരെ വരാറുള്ളത്. ഇപ്പോൾ നിറച്ച് കായ്ക്കുന്നത് ഉണ്ടാവുന്നതും നല്ലതാണ്. ദേവിയുടെ പ്രീതി, ചെമ്പരത്തിയൊക്കെയാണെങ്കിൽ ദേവീപ്രീതിക്ക് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ളൊരു സംഭവം. ഇപ്പം ശത്രുജയം അതുപോലെ സർവ്വത്തിലുള്ള അഭിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ എല്ലാ ദിവസവും 11 മണിക്ക്, രാവിലെ 11 മണിക്ക് ഫ്രീ ആയിട്ട് ജ്യോതിഷം പ്രശ്നങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതും ഇതിനകത്ത് ലൈവായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം. പക്ഷേ ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെമ്പർഷിപ്പ്, ഇതിനകത്ത് 29 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് വരണം എന്ന് മാത്രമാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. വെച്ചാൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലൈവിൽ വന്നിട്ട് നമുക്ക് പറയാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെമ്പർഷിപ്പ് എടുത്ത് വരിക. ഇങ്ങനെ പൊതുവായിട്ടൊരു ലൈവിലിട്ട് കഴിഞ്ഞാൽ കുറേ പേര് മെസ്സേജ് വരും, അത് സ്പാമാവും, നിങ്ങളോട് പറയാൻ വല്ല പിടിപിടിയെന്നങ്ങ് പറഞ്ഞു കൊണ്ടുവരും. പലരും പറയാനായിട്ട് സാധിക്കണില്ല. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇരിക്കേണ്ട ഒരവസ്ഥ വരുന്നു, വെള്ളം കുടിക്കാനില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് നമ്മുടെ അത്യാവശ്യം ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് പ്രശ്നം പരിഹാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വൈശ്വര്യം. വേറെ യാതൊരുവിധ ഫീസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് മെമ്പർഷിപ്പ് ലൈവിലേക്ക് വരാം. അവിടെ വന്ന് നിങ്ങളുടെ ജാതകം ക്ലിയറായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് ആ ജാതകത്തിൽ വന്നിരിക്കുന്ന ദോഷങ്ങൾ പരിഹരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ അതുപോലെ ദുരിതങ്ങളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ജാതകം ക്ലിയർ ചെയ്യാതെ നിങ്ങൾ എത്ര വഴിപാട് കഴിച്ചാലും ലക്ഷങ്ങൾ വഴിപാട് കഴിച്ചാലും നിങ്ങൾക്ക് അത് തന്നെ തിരിച്ചു തരും. തിരുമേനിമാരല്ലെങ്കിൽ ശാന്തിക്കാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളിലുള്ള നമ്മുടെ ജാതകം കറക്റ്റായിട്ട് പരിശോധിച്ച് ജാതകത്തിൽ എന്താണോ ദശാസന്ധി അതനുസരിച്ചിട്ട് വഴിപാടുകളൊക്കെ ചെയ്യുക. സർവ്വത്തിലുള്ള ആയുഷങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നമസ്തേ.